നമസ്കാരം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണയ്ക്കും കനത്ത തിരിച്ചടിയായി. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ സുപ്രധാന മൊഴി പുറത്തുവന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക് കമ്പനി CMRLന് യാതൊരുവിധ IT സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിൽ മാത്രമാണ് പണം നൽകിയതെന്നും ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സേവനത്തിനാണ് പണം നൽകിയതെന്ന് ഇത്രയും നാൾ CPM പറഞ്ഞ് ന്യായീകരിച്ച വാദം ഇതോടെ പൊളിയുകയാണ്. 2024 ഏപ്രിൽ 17 റെക്കോർഡ് ചെയ്ത ഈ മൊഴി മുൻപ് നടത്തിയ അക്കൗണ്ട് ഫ്രീസിംഗ് നടപടികൾ ഉറപ്പാക്കുന്നതിനായി ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തിയത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ 2.78 കോടി രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനുമായി CMRL കൈമാറിയത്. പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം കണക്കിലെടുത്താണ് സേവനങ്ങളൊന്നും ലഭിക്കാതെ തന്നെ വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയതെന്ന് ശശിധരൻ കർത്ത സമ്മതിച്ചതായി ED വ്യക്തമാക്കി. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ പണം സ്വീകരിച്ചു എന്ന കാര്യം വീണയും സമ്മതിച്ചിട്ടുണ്ടെന്നും സേവനം നൽകിയതിനുള്ള കൃത്യമായ തെളിവുകളോ ഇമെയിൽ രേഖകളോ ഹാജരാക്കാൻ അവർക്കായിട്ടില്ലെന്നും ED വ്യക്തമാക്കുന്നു. വീണയുടെ കമ്പനിക്ക് നൽകിയ 2.78 കോടി രൂപയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് പിന്നീട് IT സേവനങ്ങൾക്കായി അഗ്ന എന്ന കമ്പനിയുമായി CMRL കരാറിലായത്. കേസിന്റെ ഭാഗമായി വിവിധ അക്കൗണ്ടുകൾ ED ഫ്രീസ് ചെയ്തിരുന്നു. ഇതിൽ വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടും എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടും ഉൾപ്പെടുന്നു. കർത്തയുടെ മൊഴി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പിണറായി വിജയനും LDFനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നു. എക്സാലോജിക് കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല എന്നത് ശശിധരൻ കർത്ത മാത്രമല്ല, കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും വീണ തൈക്കണ്ടിയും സ്വയം സമ്മതിച്ച കാര്യമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കേസിൽ അന്വേഷണ ഏജൻസികളായ SFIOയുടെയും EDയുടെയും റിപ്പോർട്ടുകളിൽ ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4 വർഷത്തിനിടെ 200 കോടിയിലധികം രൂപയാണ് കമ്പനി ചെലവഴിച്ചിട്ടുള്ളതെന്നും അതിൽ എത്ര തുക രാഷ്ട്രീയ നേതാക്കളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും പോയെന്ന് ED അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി നേതാക്കളുടെ അഴിമതി മറയ്ക്കാൻ അണികളെ ഉപയോഗിക്കുകയാണെന്നും കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രവർത്തകരെ തിരിഞ്ഞു നോക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ലെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നും പിണറായി വിജയൻ എന്ന കള്ളനാണയം കേരള രാഷ്ട്രീയത്തിൽ വൈകാതെ എടുക്കാച്ചിറക്കായി മാറുമെന്നും ഷോൺ ജോർജ് പരിഹസിച്ചു. പുതിയ വിവരം കൂടി പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ കുടുംബം അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ED പിണറായിയിൽ എത്തിയിരുന്നു. അന്ന് ED സംഘം വില്ലേജ് ഓഫീസിലെത്തി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. വില്ലേജ് ഓഫീസർക്കൊപ്പം എത്തി ഭൂമിയെന്ന് കാണുകയും ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ വീണയുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഏത് വർഷമാണ് ഭൂമി വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് ഭൂമി വാങ്ങിയത് എന്നീ കാര്യങ്ങളും അന്ന് അന്വേഷിച്ചു. ഭൂമിയുടെ നികുതി അടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ ED സംഘം കൊണ്ടുപോയിരുന്നു. പിണറായി വിജയന്റെ വീടിന് സമീപത്തുള്ള 80 സെന്റ് ഭൂമിയാണ് വീണ വാങ്ങിയിരുന്നത്. വില്ലേജ് ഓഫീസർമാരുമായി എത്തി ഭൂമിയിലും ED സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതുകൂടാതെ മാസപ്പടി കേസിൽ മുമ്പ് 2 തവണ വീണയെ ED ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിനായി വീണയെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. കരിമണൽ കമ്പനി വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണിത്. കരിമണൽ കമ്പനിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്നതടക്കം ചോദ്യം ചെയ്യലിൽ അന്ന് വീണയോട് ED വിവരങ്ങൾ തേടിയിരുന്നു.